നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയാണ് RSS. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഒരു രജിസ്ട്രേഷൻ സംഘടനയല്ല എന്നുണ്ടെങ്കിൽ പോലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലത്തിൽ അല്ലെങ്കിൽ പിന്നിൽ കളിക്കുന്നത് ഈ RSS ആണ്. ഇപ്പം പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പോലും BJPയിൽ നിന്ന് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് RSS ആണ്. അതേ RSS കേരളത്തിലോട്ട് വരുമ്പോൾ പല മുന്നണികളിലും UDFിലായാലും LDFിനായാലും അവരുടെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താൽ അത് പ്രതിപക്ഷം വളരെയധികം വലിയ ആയുധമായി കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം അതെല്ലായിടത്തും ഉണ്ട്, അത് കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം കേരളത്തിലെ RSSൻ്റെ പ്രോഗ്രാമിൽ കേരളത്തിലെ VC-മാർ, വൈസ് ചാൻസലേഴ്സ് 3ഓളം സർവകലാശാല VC-മാർ പങ്കെടുത്തു. അപ്പം ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനം CPM എക്കാലത്തും പറയുന്നുണ്ട്. RSSുമായിട്ട് യാതൊരുവിധ കൂട്ടുകെട്ടും CPM-നില്ല, പക്ഷെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ VD സതീശൻ തുടക്കത്തിൽ ഭാരതാംബ ആ വിഷയവുമായി ബന്ധപ്പെട്ടും എന്താ പറയുക പല നാഷണൽ ഗീതം പാടിയതും വലിയ പ്രശ്നങ്ങളായിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ VC-മാരുടെ പ്രശ്നവും വരുന്നത്. അപ്പോൾ VC-മാരുടെ പ്രശ്നം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3ഓളം സർവകലാശാല VC-മാരാണ് ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പോൾ VD സതീശൻ അതിരൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്. വിമർശനം എന്ന് പറയുമ്പോൾ VC-മാർ കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ പിന്നീട് പ്രതികരിക്കാം എന്നുള്ള ഒരു ഉഴപ്പൻ മട്ടിൽ പറഞ്ഞെങ്ങാണ്ട് തടിയൂരുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ UDFന് RSSനെ നേരിട്ട് പറയാൻ മടിയാണോ, അതല്ല RSSനെ ഭയക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ UDF? ഇപ്പം കേവലം ഒരു സാധാരണ സംഭവമായിട്ട് ഇപ്പം എന്നോട് ഞാനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനാണ് വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഞാനാണ് RSSനെതിരായി നിൽക്കുന്നതെങ്കിൽ ഇത് ഈ VC-മാർക്ക് ഞാൻ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ പ്രാധാന്യം അല്ലാതെ ഈ 3 പേരുൾപ്പെടെ ഇതിനു മുമ്പും പല പ്രഗത്ഭന്മാരുടെ പേരുകൾ നമ്മൾ VC സ്ഥാനത്ത് കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ തനതായ ഒരു ഐഡൻറ്റിറ്റി, പ്രഗത്ഭരായ കുറേ ഗവേഷകരെ, പ്രഗത്ഭരായ കുറേ സമൂഹത്തിന് പ്രാധാന്യം കിട്ടുന്ന കണ്ടുപിടുത്തങ്ങൾ, കേരളത്തിൻ്റെ റിസർച്ച് വർക്കുകളുടെ സ്റ്റാൻഡേർഡ്, ആ റിസർച്ച് വർക്കുകൾ കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനമുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റാത്ത കുറേ വലിയ സാധനങ്ങളുണ്ട്, സ്വാധീനമുണ്ട്. അത്ര അതിനപ്പുറത്തേക്ക് അവർക്ക് ഇന്നലെ വരെ അവർ വഹിച്ചിരുന്ന സ്ഥാനം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഉപയോഗിച്ച് അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ ഒരു മാറ്റവും, നിർണായകമായ ഒരു മാറ്റവും വരുത്താൻ പറ്റാത്ത ആൾക്കാരാണ് മാറി VC-ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ RSS അല്ലെ അതുപോലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന സംഘടനകളെ അവരുടെ വരുതിക്ക് നിർത്തുക, അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് പ്രാവശ്യമാണ്. ഇവിടെ ഇന്നലെ ചർച്ച ചെയ്തത് പോട്ടെ എന്തും ആയിക്കോട്ടെ, മോഹൻ ഭഗവത്തോ RSSോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെ നക്സലേറ്റ് വിഭാഗങ്ങളോ CPI MLA-കാരൊക്കെ വിളിച്ചോട്ടെ, ആ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരുന്നു? കേരളത്തെ എങ്ങനെ ബാധിക്കും, അല്ലെ കേരളത്തെ അല്ലെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്ന വിഷയം, ഏത് വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ന്യായീകരിക്കുന്നവരുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. VC-മാരോടെ പോയത് ന്യായമാണെങ്കിൽ എന്ത് വിഷയമാണ് മോഹൻ ഭഗവത്തിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ളത്, എന്ത് ഗൈഡൻസാണ് കിട്ടിയത്? ഇപ്പോൾ മോഹൻ ഭഗവത്തിൽ നിന്ന് വ്യക്തിപരമായ അദ്ദേഹവും ഒരു സ്കോളറൊന്നുമല്ല, പൊതു അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾ മാത്രമാണ്. ഇപ്പോൾ അബ്ദുൽ കലാമാണ് നമുക്ക് പറയാം. എന്നാൽ അബ്ദുൽ കലാമിൻ്റെ പരിപാടിക്കാണ് പോയതെങ്കിൽ നമുക്ക് അറിവുണ്ട്. ആ അറിവ് നമുക്ക് എന്തിന് ശശി തരൂരാണെങ്കിൽ അതിൽക്കുള്ള അറിവുണ്ട്, ലോകത്തെക്കുറിച്ച് അറിവുണ്ട്. അപ്പോൾ അതിന് പകരം എന്ത് അക്കാഡമിക്കായിട്ട് എന്ത് ഇൻട്രസ്റ്റാണ് ഇവർ സെർവ് ചെയ്തതെന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. പറയാതെ ഈ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഈ നികുതിപ്പണം കൊണ്ട് തന്നെയാണ് ഈ സെമിനാറൊക്കെ അവിടെ നടത്തുന്നത്, അതിന് പോകുന്നത്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നവരാ? ആ 3 ദിവസത്തെ ഇവർക്ക് ഈ 3 പേർക്കും ഇവർ ശമ്പളം പറ്റുന്നത്, ഇവരുടെ കാറുകളിൽ എല്ലാം സർക്കാർ ചെലവിൽ പോവുകയാണ്. അത് എന്ത് പൊതു കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്? അതാണ് അറിയേണ്ടത്. അത് പറയാൻ അവരെ എതിർക്കോ അനുകൂലിക്കോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അത് പറയാൻ അവരോട് പറയണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ സമൂഹത്തിന് എന്ത് ഉപകാരമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം, എന്ന് വിശദീകരണം വേണം. അതെന്താ പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നിപ്പം ഒന്നീ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എനിക്കും തോന്നിയിട്ടില്ല ഇവർ പങ്കെടുത്തു. RSSന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പക്ഷേ അതേസമയം RSSനെ പോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർഗീയത വിഷം ചീറ്റുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പരിപാടിയിൽ ഇത്രത്തോളം ഉന്നത വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാർ തന്നെ പോയി പങ്കെടുക്കുമ്പോൾ എന്താണ് അവർ കേരള സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ എല്ലായിടത്തും. അതേസമയം തന്നെ UDFിൻ്റെ കാര്യത്തോട് വരുമ്പം ഈ വിഷയം ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞായിരുന്നു, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയെ ആക്രമിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പഴയൊരു
സ്വതന്ത്ര പാർട്ടി MLA പീലു മോഡി എന്ന് പറഞ്ഞ MLA ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ തടിയന്മാരുടെ ക്ലബിലംഗമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ പറയുകയുണ്ടായി, RSS ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഇന്ത്യൻ ഇൻഫീരിയോറിറ്റി, അല്ല ഹിന്ദു ഇൻഫീരിയോറിറ്റി. RSS അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തല്ലാൻ വരുന്നു, അല്ല കൊല്ലാൻ വരുന്നു, അവരുടെ സംസ്കാരം നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ RSSനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇവിടുത്തെ മതപരിവർത്തനത്തിൽ കൂടെ മാറുന്ന ഹിന്ദുക്കളുടെ എണ്ണത്തെ മാറ്റി നിർത്താം. എത്ര ആയിരം എത്ര ലക്ഷം ആൾക്കാർ ജോലി തേടി അമേരിക്കയിൽ പോയി അവിടെ സെറ്റിലായിരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പ്രഗത്ഭന്മാർ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഹിന്ദുക്കൾ പോയിട്ടുണ്ട്, ബ്രാഹ്മണർ പോയിട്ടുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ട അവസരം കിട്ടുന്നവരെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് സെറ്റിലായി ഇന്ത്യൻ പൗരത്വം തന്നെ ഉപേക്ഷിക്കുന്നതിനെ പറ്റി ഇവർക്ക് സംസാരമില്ലേ? ഇവിടെ ഏതെങ്കിലും ആദിവാസി അല്ലെങ്കിൽ ആരെങ്കിലും മതം മാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുകയും ഇവിടുന്ന് അമേരിക്കയിൽ പോയി അവിടെ ആയുഷ്കാലം സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കും പൗരത്വം എടുക്കുന്ന പാർട്ടികളുണ്ട്, എത്രയോ പേരുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകാത്തത്? അവിടെ പള്ളിയുടെ കസ്റ്റോഡിയൻസ് ആയവരുണ്ട്. ഇവിടെ ഇത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ RSS ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ലെജിറ്റിമസി ഇവരുടെ ആക്ടിന് കൊടുക്കുക. വൈസ് ചാൻസലറെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെ അതുപോലുള്ള പ്രഗത്ഭന്മാരെ പങ്കെടുപ്പിച്ചാൽ ആ സദസ്സ് വളരെ വലിയ സദസ്സായിരുന്നു, പ്രൗഢഗംഭീരമായ സദസ്സ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർമാർ പോയി കഴിയുമ്പോൾ നാളത്തെ കോളേജ് അധ്യാപകർക്ക് കുറേ പേർക്ക് ഇത് ചേഞ്ച് വരും. ആ രീതിയിൽ അവർ പെരുമാറാൻ നോക്കും. അത് കാരണം വൈസ് ചാൻസലറായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട അധ്യാപകർ നിൽക്കുന്നത്. ഇത് എപ്പോൾ ഇതിനെ എതിർക്കാൻ പറ്റുന്ന റോജി എം ജോൺ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റോജി എം ജോൺ നാളെ ആരാണോ വരാൻ പോകുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് ഏത് പാർട്ടിയിലേക്ക് മാറാവുന്ന അവസ്ഥ. പക്ഷേ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ജനങ്ങൾ, കാരണം അദ്ദേഹമുള്ള പദവി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ VCമാർ വരുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണ് ആ വിഷയത്തിൽ? അല്ല, ആ വിഷയത്തിൽ നിലപാട് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു, കേരള സമൂഹത്തോട് 3 VCമാരും പരസ്യമായി മാപ്പ് പറയണമെന്നുള്ള കാര്യം. ഇതിലെ പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ ഞാൻ റോജി എം ജോണിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. റോജി എം ജോണിനെ കൊണ്ട് അതേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ഒരു മന്ത്രിസഭ പോലും അറിയാതെ, മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകാതെ, ഘടകകക്ഷികൾ അറിയാതെ PM ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി പോയി ഒപ്പിട്ടു. അത് ഇവരുടെ തന്നെ പദ്ധതി. അത് ഒപ്പിട്ട് തരാം, അതെ, CPM ശിവൻകുട്ടിയാണ്. അപ്പോൾ CPMന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പറ്റുമോ? ഒപ്പിട്ട ശിവൻകുട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് CPMന് അഭിപ്രായം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോ തരത്തിൽ വഴി ഇനി വൈസ് ചാൻസലർമാർക്ക് നിലപാടെടുക്കാൻ പറ്റും. ഇപ്പോൾ പുതിയ നീക്കം വരുന്നുണ്ട്, രാഷ്ട്രീയ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്നുള്ള നീക്കം വരുന്നുണ്ട്. അതിന് പകരം ആത്മീയ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നുള്ള തിയറിയായിട്ട് വരുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കൊന്നും CPM ആ കാര്യത്തെ അംഗീകരിക്കുന്നു ഞാൻ തോന്നുന്നില്ല. കാരണം CPM എക്കാലത്തും കേരള ക്യാമ്പസുകളിൽ പൊളിറ്റിക്സ് വേണമെന്ന് വാദിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് CPM ആയാലും. എനിക്കൊന്നും ഒരു പരിധി വരെ കോൺഗ്രസും ലീഗൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം BJP ആയാലും ഒരിക്കലും ABVP പറഞ്ഞ പോലെ ക്യാമ്പസ് രാഷ്ട്രീയത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു സാധനം അവർക്കും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പല കോടതി ഉത്തരവുകളും ഈ പറഞ്ഞ പോലെ ക്യാമ്പസിൽ അടിയും കുത്തും ഇതൊക്കെ വരുമ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞ പോലെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടും ചെവി അടിച്ച് പൊട്ടിച്ചിട്ടും ഉണ്ടാക്കുന്ന എന്ത് ഇമ്പാക്റ്റാണ് ക്യാമ്പസിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ട് അവിടെ. അല്ല, അവിടെ BJP എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വരുന്നതിന് മറ്റൊരു കാരണം, അത് ഒരു സെമി RSS പോലെ SFI പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു പ്രകടനം നടത്താൻ പറ്റിയില്ല. ഇപ്പോൾ മഹാരാജ് കോളേജിൽ ചെന്ന് SFIക്ക് എതിരായിട്ടൊരു പ്രകടനം നടത്താൻ പറ്റിയില്ല. ആർഷോയെ തെരഞ്ഞെടുത്ത് പ്രസംഗം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അവരും ആ രീതിയില്ല. രണ്ടും സെമി ഫാസിസ്റ്റ് സ്വഭാവം രണ്ടിനുമുള്ളത്. RSSനുണ്ട്, CPMനുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പരസ്പരം എതിർക്കാൻ പറ്റാതെ ഇവരുടെ എല്ലാ പ്രവൃത്തികളും പരസ്പരം സഹായിക്കുന്നതായിട്ട് മാറും. സ്വതന്ത്രമായി ചർച്ച ചെയ്യാനും വിശദീകരിക്കാനും അവസരം കിട്ടാതെ വരുമ്പോൾ കോളേജ് എന്നുള്ള പേരങ്ങ് മാറ്റണം. ഇവർ വിദ്യാലയം എന്നല്ല പറയേണ്ടത്. അദ്ദേഹം ആ സ്വാതന്ത്ര്യം അധ്യാപകരുമായിട്ട് ആ ബന്ധമുണ്ട്. ഇവർ ഗുരുകുല സമ്പ്രദായം പറയും. അന്നത്തെ ഗുരുവാരായിരുന്നു പിള്ളേരുടെ കയ്യിൽ നിന്നും വീട്ടിൽ നിന്നും പൈസ പിടിച്ചുപിടിക്കാനിരിക്കുന്നവനായിരുന്നില്ല ഗുരു. ഇന്ന് പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന നെഞ്ചത്ത് റീത്ത് വെക്കുന്നവരാണ്. ആ രീതിയിലേക്ക് അതിൻ്റെ കാരണം തന്നെ ഇവിടെ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ഒരു 60% അല്ലെങ്കിൽ 70% കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ കോളേജ് വിദ്യാഭ്യാസം കിട്ടി വന്നവരാണ്. അതിൻ്റെ അർത്ഥം ധാർമ്മിക മൂല്യം വളർത്തുന്നതിൽ വിദ്യാഭ്യാസം പരാജയപ്പെട്ടില്ലേ? അതിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുമോ? ആരാണ് ഇന്ത്യയിലെ കൈക്കൂലി കൂടുതൽ മേടിക്കുന്ന മതത്തിൽപ്പെട്ടവരാരാണ് എന്നൊന്ന് ചർച്ച ചെയ്യട്ടെ. അതൊക്കെയല്ല ചർച്ച ചെയ്യണ്ടേ? ഇവർ മയക്കുമരുന്നിൻ്റെ കാര്യമാണ്. അതിനകത്ത് കൂടുതൽ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും. സ്വർണ്ണക്കടത്ത് മുസ്ലിങ്ങൾ, എന്നൊക്കെ അതിനകത്ത് ഭൗതികമായ കാര്യങ്ങളുണ്ട്. ഇവർ ഇങ്ങനത്തെ സാമൂഹിക വിഷയങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ നമ്മൾ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്താക്കണം. അല്ലെ അങ്ങനെ പറയൂ ഒരു അതിന് കഞ്ചാവ് ആശ്രമങ്ങളിലൊന്നും കയറ്റാൻ പാടില്ല. ഇപ്പോൾ ഈ സിനിമാ സെൻറ്ററിൽ പോകുന്ന പണ്ട് കഞ്ചാവ് കഴിക്കുന്ന കഞ്ചാവ് സ്വാമി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്.
നിക്നെയിം പോലും കഞ്ചാവ് സ്വാമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സിനിമാ തിയേറ്ററിൻ്റെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മയക്കുമരുന്നുണ്ട് എന്ന് പറയുന്ന പല ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്നാണ് അവർ. ആശ്രമങ്ങൾ മാത്രം എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച്. ആ കഞ്ചാവ് സ്വാമി എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? സ്വാമിമാർ കഞ്ചാവ് അടിച്ചിരിക്കുന്നു, ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു നരേഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതാരുണ്ടാക്കിയതാണ്? അന്നും മുസ്ലിം ലീഗ് കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ല, വേറെ പാർട്ടി CPM പോലും സജീവമായിട്ടില്ല ഈ കഞ്ചാവ് സ്വാമി എന്നുള്ള പേര് വരുമ്പോൾ. അത് സ്വാഭാവികമായിട്ടുണ്ടായ പേരാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഹിന്ദു മതത്തിലെ റാഡിക്കലായിട്ടുള്ള വരുത്തേണ്ട റീഫോംസിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്താൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട റീഫോംസിനെ കുറിച്ച് ചർച്ച ചെയ്താൽ, ഇവിടെ ചാർവാകനുണ്ടായിരുന്നു, ചാർവാകനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, നിരീശ്വരവാദിയായിരുന്നു. അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുമോ? ചാർവാകനെ കുറിച്ച് ഒരു സഭ ചർച്ച ചെയ്യുമോ? ഈ ഗവർണർമാർ ചർച്ച ചെയ്യുമോ? ഗവർണർ ആക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഉന്നമനം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിലുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഡിഗ്രി കാണും, പുറത്ത് ജോലി കിട്ടാനുള്ള സൗകര്യങ്ങൾ കാണും, പക്ഷേ ഒരു സമൂഹത്തിലൊരു ധാർമ്മിക ശക്തി ചെലുത്താൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയുന്നില്ല. അതിനെ നന്നാക്കാനുള്ള ശ്രമം അല്ല അവിടെ നടക്കുന്നത്. വീണ്ടും എത്ര 2 അല്ലെങ്കിൽ 3 പറ്റുന്ന ചർച്ചയായിരിക്കും അവിടെ നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ വന്നിട്ടില്ല. മോഹൻ ഭഗവത്തിന് എന്താണ് ഇവിടെ പുതുതായിട്ട്, അബ്ദുൽ കലാമിനേക്കാൾ കൂടുതൽ എന്ത് കാര്യം വിദ്യാഭ്യാസത്തെക്കുറിച്ച് മോഹൻ ഭഗവത്തിന് പറയാനുണ്ട്? അവരുടെ ചോദ്യം.